ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി വരുന്ന ചപ്പാത്തി മാവ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പിടി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പായസം എന്ന് പറയില്ല, ഇത് നമ്മൾ ശർക്കരയൊക്കെ ചേർത്തിട്ട് പാലൊന്നും ചേർത്തിട്ടില്ല ഇതിൽ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു. അതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് കൈവെള്ളയിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. കുറച്ച് ഓയിൽ നമ്മുടെ കൈവെള്ളയിൽ ഒന്ന് തടവിയ ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതായി കിട്ടിക്കോളും. ഒരുപാട് വലിയ ബോൾസ് ആക്കി എടുക്കേണ്ട, അങ്ങനെയാകുമ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ ബാക്കി വരുന്ന ചപ്പാത്തി മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് വേസ്റ്റാക്കി പോകുമൊന്നുമില്ല, വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതാ മാവൊക്കെ ഞാനിവിടെ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊരു 10-15 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ ഒട്ടിയ പോലെ നമുക്ക് തോന്നും. കുറച്ച് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് എല്ലാം നല്ല രീതിയിൽ തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് എല്ലാ ബോൾസുകളും തമ്മിലൊട്ടാത്ത രീതിയിൽ തന്നെ നമുക്കത് വെന്ത് വരുന്നതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫുൾ ഹൈ ഫ്ലെയിമിൽ ഇടണം, അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് അത് അടി കരിഞ്ഞു പോകും, ഗോതമ്പ് മാവല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 2 ഏലക്ക പൊടിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇത് ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5 ശർക്കര ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശർക്കരയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് വരെ ഒന്ന് കുറുക്കിയെടുക്കാം. ഏകദേശം നന്നായിട്ട് നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോഴാണ് അതിങ്ങനെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ തേങ്ങയും കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തത്. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗോതമ്പ് മാവൊക്കെ ചപ്പാത്തിയൊക്കെ പരത്തിയിട്ട് ബാക്കി വരുന്ന ബാലൻസ് മാവ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുത്ത് നല്ല ഇഷ്ടമാവും അവർക്ക്. വൈകുന്നേരത്തെ ഒരു ചായക്കടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്